വെൽക്കം ടു ഏജ് ഫാം. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ പ്രസ്റ്റണിലുള്ളത് ചോദിച്ചേട്ടൻ്റെ ഫ്രണ്ടിന്റെ വീട്ടില്. അപ്പൊ ഫ്രണ്ട് ഇവിടെ വീട് മേടിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു പുതിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൂടെ ചേച്ചി ഇന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ വീട് മേടിച്ചത് കാര്യങ്ങളൊക്കെ ചേച്ചിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ചേച്ചി ഇൻവൈറ്റ് ചെയ്യാം. ചേച്ചി ഹലോ. അപ്പൊ ചേച്ചി നമ്മുടെ വ്യൂവേഴ്സിന്റെ ചേച്ചിയുടെ പേര്? എന്റെ പേര് വിജിത രാജേഷ്. ഓക്കെ. ചേച്ചിയുടെ ഹസ്ബൻഡും കുഞ്ഞും ഇവിടെ ഉണ്ട്. ഹസ്ബൻഡിന്റെ പേര് രാജേഷ്, കുഞ്ഞിന്റെ പേര് ആരവ്, 5 വയസ്സാണ്. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് എന്ത് ജോബാ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ റോയൽ പ്രസ്റ്റൺ ഹോസ്പിറ്റലില് സ്റ്റാഫ് നഴ്സാണ്. ഇവിടെ വന്നിട്ട് അപ്പൊ എത്രയായി? 2.5 കൊല്ലമായി. ഓക്കെ. അപ്പൊ അവരും ചേച്ചിയുടെ കൂടെ തന്നെ വന്നു? അതെ, ആദ്യം ഞാൻ വന്നു, അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഫാമിലിയെ കൊണ്ടുവന്നു. ഓക്കെ. അപ്പൊ വന്നപ്പോ തന്നെ ചേച്ചിക്ക് ഇങ്ങനെ വീട് മേടിക്കാൻ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. വന്നപ്പോ എനിക്ക് എന്റെ പ്ലാൻ എന്ന് വെച്ചാല് ഇങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ചേട്ടൻ വന്നല്ലോ. സമയത്ത് വന്നല്ലോ. ഞാൻ ജസ്റ്റ് ഒരു മാച്ച് കളിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞപ്പോ എത്തിയതേ ഉള്ളൂ. ഇതാണ് 6 മാസം മൂർ പാർക്കിൽ 6 മാസം വീട്ടിലും താമസിക്കുന്നത്. ലൈഫ് നമ്മള് ഈ ഗെയിമും ക്രിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ലൈഫ് ഇവിടെ ഡ്യൂട്ടി വീട്. എന്താണ് വീഡിയോയുടെ കണ്ടന്റ്? നിങ്ങൾ എന്താണ് അഞ്ജു? ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ വീട് മേടിച്ചതിനെ പറ്റിയാണ്. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ജോബ് എന്താ ഇവിടെ? NHS തന്നെയാണോ? നമ്മൾ രണ്ടുപേരും NHS ലാണ്. വിജിത പറഞ്ഞായിരിക്കുമല്ലോ, അവര് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അങ്ങനെ ചേച്ചി ഇവിടെ പറഞ്ഞ് തുടങ്ങിയെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇവിടെ വീട് മേടിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, ചേട്ടനാണ് ചേച്ചിനെ. അതെ അതെ. വിജിതയ്ക്ക് വന്നപ്പോ ആക്ച്വലി നമ്മള് ഒരു 13 വർഷമായിട്ട് നമ്മൾ ദുബായിൽ താമസിച്ചിരുന്ന ആളാണ്. അപ്പൊ ദുബായ് രണ്ടുപേരും. അതെ. അപ്പൊ ദുബായ് സിറ്റിയും നമ്മുടെ UK ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റും. ദുബായിൽ നിന്ന് ആൾക്കാർക്കൊന്നും ഇവിടെ ഒന്ന് സെറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വെതർ, അതുപോലെ തന്നെ അറിയാലോ, നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ദുബായിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പൊ വന്ന സമയത്ത് വന്നപ്പോഴേ എനിക്കൊരു എയിം ഉണ്ട് വന്ന സമയത്ത്. ബിക്കോസ് നമ്മള് 13 വർഷം താമസിച്ച് വന്ന സമയത്ത് ഞാൻ ഒരു കാര്യം അവിടെ നോട്ടീസ് ചെയ്തത്, 13 വർഷം നമ്മൾ ഫ്ലാറ്റിന് റെന്റ് കൊടുത്തു. അവിടെ ആ റെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പുതിയ വീട് വാങ്ങേണ്ട ഒരു അത്രയും അന്ന് വലിയൊരു എമൗണ്ട് ആയേനെ. അപ്പൊ ഞാനിവിടെ വന്ന 1 മാസം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി തുടങ്ങിയപ്പോ തന്നെ എവിടത്തൊക്കെ ചോദിച്ച്, അപ്പൊ ഇവിടെയുള്ള പഴയ ആൾക്കാരെ മിക്കവരും വീടൊക്കെ വാങ്ങിച്ച് താമസിക്കുന്ന ആൾക്കാരെ. അപ്പൊ ഇവിടെ ചോദിച്ചു, നിങ്ങളൊക്കെ വീട് മേടിച്ച് താമസിക്കുന്ന എങ്ങനെയാണ്? അപ്പൊ അവരും ഒരു 4-5 വർഷമൊക്കെ റെന്റിനൊക്കെ താമസിച്ചിട്ടാണ് വീട് മേടിച്ചത്. പക്ഷെ അപ്പൊ എനിക്കിങ്ങനെ പ്ലാൻ, എന്തായാലും നമുക്കൊരു വീട് മേടിച്ചു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു നിങ്ങളുടെ മോർഗേജ് എത്രയാണ്? എന്നിട്ട് ഞാൻ നമ്മൾ കൊടുക്കുന്ന റെന്റിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെന്റും അവര് മോർഗേജ് അടയ്ക്കുന്നതും സെയിം ആണ്. പിന്നെ എന്താണ് വ്യത്യാസം? അപ്പൊ വ്യത്യാസം എന്നുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു വീട് വാങ്ങാൻ നേരത്ത് നമ്മൾ ഇനിഷ്യൽ ആയിട്ടൊരു പേയ്മെന്റ് നമുക്കാവും. ആ ഒരു പേയ്മെന്റ് നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്താനായി കഴിഞ്ഞാൽ നമുക്കൊരു വീട് വാങ്ങാനുള്ള ഇതായി കഴിയും. നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ പേയ്മെന്റ് നമ്മുടെ കയ്യിൽ വരണം. അപ്പൊ വിജിതയ്ക്ക് വന്നപ്പോ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല, തിരിച്ച് ബാക്ക് ടു ദുബായ് എന്നുള്ള മെന്റാലിറ്റി ആയിരുന്നു. അപ്പം പറഞ്ഞത് ഞാൻ വീട് വാങ്ങണ്ട, നമ്മളൊരു 5 വർഷം നിൽക്കുന്നുള്ളൂ, അത് നമുക്ക് തിരിച്ച് ദുബായിലോ നാട്ടിലോട്ട് സെറ്റിൽ സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കെപ്പോഴും അറിയാം, ഞാൻ ഈ മേഖലയിലൂടെ കടന്നു വന്നുകൊണ്ട് നമ്മളിനി എത്ര വലിയ ഡ്രീം കൺട്രി പോയാൽ പോലും ഫസ്റ്റ് എല്ലാ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ കുറച്ച് നാളെ പിടിച്ചിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് ആ ഒരു സമയം കഴിയുമ്പോൾ ഇവിടെ ബാക്ക് നോർമൽ വരുമെന്ന്, ഇവിടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മള് പിന്നെ അത് കഴിഞ്ഞിട്ട് വീടിന് വേണ്ടി ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ സമയം വേസ്റ്റ്, നമ്മുടെ പൈസ എല്ലാം പോകും. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു. ആദ്യം നമ്മള് അപ്പൊ ഇതൊക്കെ നോക്കിയാൽ മോർഗേജ് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം 2 years ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പോ നമ്മള് വീടിന്റെ കാര്യം പ്ലാൻ ചെയ്തത് നമ്മൾ വന്നൊരു 6 മാസം ആയപ്പോഴാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരു 1.5 വർഷത്തോളം ടൈമുണ്ട്. ഈ 1.5 വർഷം ടൈമിനുള്ളില് നമ്മള് ഒരു ഇനിഷ്യൽ പേയ്മെന്റ് കൊടുക്കാണ്ട് കാശ് ഉണ്ടാക്കിയാൽ നമുക്കൊരു ചെറിയ വീടെങ്കിലും മേടിച്ച് താമസിക്കാം. വീട് ഇപ്പം മറ്റുള്ളവരുടെ വീട് പോലെ വലിയ വീട് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് റെന്റിൽ നിന്ന് മാറണം. ഇപ്പൊ ഞാൻ താമസിക്കുന്ന റെന്റിലുള്ള വീട്ടില് അതിന്റെ ഓണർ മോർഗേജ് എടുത്താണ് ആ വീട് മേടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പേ ചെയ്യുന്ന പൈസയാണ് പുള്ളിയുടെ ലോണ് മോർഗേജ് അടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ അയാളെ മോർഗേജ് അല്ലേ ഞാൻ അടയ്ക്കുന്നത്, ഞാൻ എന്തിനാ അയാളെ മോർഗേജ് അടയ്ക്കണം, എനിക്ക് എന്റെ സ്വന്തം മോർഗേജ് അടച്ചാൽ പോരെ. അങ്ങനെ ഒരു ഇതിലോട്ട് വന്നിട്ട് ഞാൻ അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ 2 വർഷം കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോ ലൈഫ് ഒന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ചിട്ടയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ സേവിങ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി. നമ്മൾ രണ്ടുപേരുടെ സാലറി എത്രയാണ്, അപ്പം എനിക്കും വിജിതയ്ക്കും എത്ര സാലറി വരും,
ആ സാലറിയിൽ നിന്നും നമ്മൾക്കുള്ള എക്സ്പെൻസ് എന്തൊക്കെയാണ്. അപ്പൊ ആ എക്സ്പെൻസ് ആദ്യം നമ്മുടെ യൂട്ടിലിറ്റി ബില്ല്, നമ്മളെ ഇപ്പം അവിടെ റെന്റ് താമസിക്കുന്ന റെന്റ്, പിന്നെ നാട്ടിലോട്ട് കാശ് അയക്കാനുണ്ടെങ്കിൽ അത് നമ്മളെ എക്സ്പെൻസ് എല്ലാം വെച്ചിട്ട് എപ്പോഴും എപ്പോഴും കൂടുതൽ എക്സ്പെൻസ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തേക്കുള്ള ചെലവ്, ഗ്രോസറി അങ്ങനെയുള്ള എക്സ്പെൻസ് നമ്മളൊരു എമൗണ്ട് ഫിക്സ് ആക്കി വെച്ചില്ലെങ്കിൽ അത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു കൺട്രോൾ കാണില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്ത ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസറി ബില്ല് എല്ലാം മാക്സിമം ഒരു എന്താ പറയുന്ന ഒരു ഫണ്ട് നമ്മൾ അതിലോട്ട് മാറ്റി, അത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മളൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ ചേട്ടന് വേറൊരു അക്കൗണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് എല്ലാ മാസം സാലറി വരുമ്പോ ഗ്രോസറി നമ്മുടെ വീടിന്റെ ആ ഒരു എമൗണ്ട് ആ അക്കൗണ്ടിലോട്ട്, അപ്പൊ ആദ്യത്തെ കാർഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ബാക്കിയുള്ള ഈ ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് പോകുമായിരുന്നു. അപ്പൊ നമുക്കറിയാം ഓരോ ദിവസവും നമ്മള് സാധനം മേടിക്കുമ്പോ ഇനി ഇത്രയേ ഉള്ളൂ, അപ്പൊ നമുക്കൊരു ഒരു ഐഡിയ വരും. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴും നമ്മൾ രണ്ട് ടൈപ്പിൽ നമ്മൾ സാധനങ്ങൾ എടുക്കണം. ഒന്ന് നമ്മുടെ വീട്ടിൽ അർജന്റ് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, മറ്റൊരു സാധനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിലും നമുക്ക് അത് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത പൈസയിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കും. അല്ലാതെ നമ്മളെ കയ്യിലുള്ള പൈസ ഒരു കൺട്രോൾ ഇല്ലാതെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ എല്ലാം എടുക്കും. അങ്ങനെയുള്ള ഒരേ എന്റെ അടുത്താലും നമ്മുടെ വീട്ടിലാണ് വരുന്നെങ്കിൽ പോലും നമുക്ക് നെസസറി അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇത്ര ബഡ്ജറ്റ് ഉള്ളൂ. അങ്ങനെ വെച്ചപ്പോ പൈസ നമുക്ക് സേവിങ്സ് വന്നു തുടങ്ങി. അപ്പോ സേവിങ്സ് അക്കൗണ്ടും എടുത്തു. അതായത് HSBC അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഷോർട്ട് കോഡ് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് അക്കൗണ്ടിൽ തന്നെ ഒരു സേവിങ് അക്കൗണ്ട് എടുക്കാം. അപ്പം എനിക്ക് വരുന്ന നമ്മൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആ സേവിങ്സ് അക്കൗണ്ടിലോട്ട് ഇട്ടു. ഗ്രോസറി വീടിന്റെ ചെലവിനുള്ളത് ചേട്ടന്റെ വേറൊരു അക്കൗണ്ടിലോട്ട് ഇട്ടു. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ. അപ്പൊ അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയാണ് ചെലവ്, ഇത്ര ഇൻകം ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതൊന്നൊരു എമൗണ്ട് മാറ്റി വെച്ച് നമ്മൾ ഓൾമോസ്റ്റ് 1 year അങ്ങനെ സേവ് ചെയ്ത് കുറച്ച് പൈസ. പിന്നെ നമ്മൾ കുറച്ച് ഫണ്ട് ഒരു 5-6 ലക്ഷം രൂപ നമ്മളെ കുറച്ച് ഫണ്ട് നമ്മുടെ നാട്ടിലെ സേവിങ്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ക്യാഷ് ആയിട്ട് അതെല്ലാം കൂടി ആക്കിയപ്പോ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് കൊടുക്കാനുള്ള പൈസ എത്തി. അപ്പൊ വീടിന് നമ്മൾ എപ്പോഴും ഇറങ്ങുമ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര രൂപയുടെ വീടാണ് വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം മൈൻഡിൽ അത് വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന മോർഗേജ്, എത്ര രൂപയുടെ വീട് മേടിച്ചു കഴിഞ്ഞാൽ എത്ര മോർഗേജ് അടയ്ക്കാൻ പറ്റും, മന്ത്ലി നമുക്ക് എത്ര അടയ്ക്കാൻ പറ്റും, അതിനുള്ള ഒരു എമൗണ്ട് ഉള്ള വീടാണ് വാങ്ങുന്നതെങ്കിൽ ആ എമൗണ്ട് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എന്നെ കൊണ്ട് ഇത്രയും മോർഗേജ് അടയ്ക്കാം, 2 ലക്ഷം രൂപയുടെ വീട് വരെ വാങ്ങാം. 2 ലക്ഷം രൂപയുടെ വീട് വാങ്ങാം എങ്കിൽ നമുക്കൊരു 10% ആണ് ഇവിടുത്തെ ഇനിഷ്യൽ പേയ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പം ആ 20,000 നമുക്ക് വേണം. ആ 20,000 നമ്മൾ അക്കൗണ്ടിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ പോവാവൂ. അപ്പോ അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അല്ലെങ്കിലുള്ള പ്രശ്നം എന്തറിയാവോ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അവിടെ എവിടെയൊക്കെ ഉണ്ട്, നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു വീട് വ്യൂവിങ്ങിന് പോയി, നമുക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ വീട് നമുക്ക് അഫോർഡ് ചെയ്ത് നമ്മളെ കയ്യിൽ നിൽക്കുന്നതാണ്. ആ ഒരു സംഭവം വരുമ്പോ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ഫണ്ടൊന്നും കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നടന്നില്ലെന്നില്ല, അത് നമുക്ക് ഭയങ്കര വിഷമമാവും. അതെ, നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ ഇനിഷ്യൽ പേയ്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീട് വ്യൂവിങ്ങിന് പോയി കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് ഡിപ്പ് ഉണ്ടോ, ഡിസിഷൻ ഇൻ പ്രിൻസിപ്പൽ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു മോർഗേജ് അഡ്വൈസിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ ഇത് സ്റ്റേറ്റ്മെന്റും ഇതെല്ലാം അയച്ചു കൊടുക്കുമ്പോൾ അവർ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പൽ എടുത്ത് തരും. അതിലുണ്ടാകും ഏത് ബാങ്ക് നമുക്ക് എത്ര രൂപ മോർഗേജ് തരും. അതാണ് മെയിൻ നമ്മൾ എത്ര എലിജിബിൾ ആണ്, എത്ര എമൗണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ കയ്യിൽ നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്ന 2 ലക്ഷം രൂപയുടെ വീടാണ്, എക്സാമ്പിൾ പറയുന്നതാണ്. 2 ലക്ഷം രൂപയുടെ വീടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 20,000 എന്തായാലും ഇപ്പോഴും ഓരോ സമയം റൂൾസ് മാറുന്നുണ്ട്. ഇപ്പൊ 5% എന്തോ ആയിട്ടുണ്ട്. നമ്മളെടുത്തപ്പോൾ ഉള്ള സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പൊ അന്ന് 10% 20,000 അക്കൗണ്ടിലുണ്ട്. അപ്പൊ അപ്പം ഞാൻ 2 വർഷമായി കഴിഞ്ഞാൽ വീട് വാങ്ങാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ച് 1 വർഷമാണ്. എപ്പോഴങ്ങനെ എന്താണോ അപ്പോഴത്തെ റൂൾസ് അനുസരിച്ച് ഇപ്പൊ മോർഗേജ് അഡ്വൈസറെ കോൺടാക്ട് ചെയ്ത് അവിടെ ഡിപ്പ് എടുക്കുക. ഡിപ്പും ഉണ്ട് കയ്യിൽ, നമ്മുടെ അക്കൗണ്ടിൽ ഇതും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വീടുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കും നമുക്ക് എത്ര രൂപയുടെ വീടാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമുക്ക് മോർഗേജ് ഒരു എമൗണ്ട്, നമ്മുടെ കയ്യിലുള്ള ഇനിഷ്യൽ പേയ്മെന്റ് ഒരു എമൗണ്ട്. അപ്പൊ നമ്മൾ അതിന് കൂടുതലുള്ള വീട് നോക്കിയിട്ട് കാര്യമില്ല. നോക്കുവാണെങ്കിൽ നമ്മൾ സെർച്ച് ഏജൻസിയിൽ ആപ്പ് വഴി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ എമൗണ്ട് 2 ലക്ഷം രൂപയ്ക്കകത്തുള്ള വീട് നമ്മളെ കയ്യിലുള്ളത് അതിന്റെ 10% ഉണ്ട്. ഇപ്പൊ മോർഗേജ് ഡിപ്പ് ഇട്ടിട്ടുണ്ട്, 200,000 ലോൺ കിട്ടുമെന്നുള്ള. അപ്പൊ ഇത് രണ്ടും ഉള്ളപ്പോൾ ആ ഒരു ഇത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതിനൊരു വീട് കിട്ടി, വ്യൂവിങ്ങിന് പോയി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും.
പിന്നെ പുതിയ വീട് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ വീടിന് നമ്മൾ അതിൽ കാണുന്നതിനെക്കാട്ടി കുറച്ച് പൈസ നമ്മൾ ചെലവാക്കേണ്ടി വരും. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ വീട് വാങ്ങിച്ചപ്പോൾ ഇത് നമ്മൾ ബ്രാൻഡ് ന്യൂ വീടാണ് മേടിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പഴയ വീട് ബ്രാൻഡ് ന്യൂ വീട് തന്നെ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് മേടിച്ചതല്ല. ഫോർച്യൂണലി അത് സംഭവിച്ചത് അങ്ങനെ. അത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തപ്പോ നമ്മൾ ഏകദേശം പുതിയ വീട് ഒരു 3 ബെഡ്റൂം വാങ്ങുന്ന പൈസക്ക് തന്നെ പഴയ വീട് 3 ബെഡ്റൂം വാങ്ങുന്ന എമൗണ്ടിന് നമുക്കൊരു പുതിയ വീട് 2 ബെഡ്റൂമേ ഉള്ളൂ. പക്ഷെ നമ്മൾ 3 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് 2 ബെഡ്റൂം ഓക്കെയാണ്. പിന്നെ ന്യൂ ബിൽഡ് ആകുമ്പോ അതിന്റെ വാറന്റി കാര്യങ്ങൾ റൂഫ് ഒരു 10 വർഷത്തേക്കുള്ള നമുക്ക് ലൈറ്റിംഗ് ഒക്കെ പുതിയത് എല്ലാ സാധനങ്ങളും പുതിയതായിരിക്കും. വിത്ത് 10 years വാറന്റി അവർ തരുന്നത്. വീടിന് എന്ത് സംഭവിച്ചാലും എന്ത് കംപ്ലൈന്റ് വന്നാലും വാറന്റി ഉണ്ട്. 10 yearsലേക്ക് വാറന്റി. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ വീട് ഇതിപ്പോ നമുക്ക് എന്താ പറയുന്ന 160,000 അടുപ്പിച്ചാണ് വീടിന്റെ വാല്യൂ. പിന്നെ നമ്മളൊരു 10,000 അതിന് പുറമെ ഇവിടെ ഓരോ കാര്യങ്ങൾ എന്താ പറയാ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അതെ, ഈ ബിൽഡേഴ്സിന് ഇവര് ഫ്ലോറിംഗ് ഇൻക്ലൂഡഡ് അല്ല, കാർപ്പറ്റ്, വാർഡ്രോബ് ഇതൊന്നും അവർ ചെയ്യത്തില്ല. അവര് ഈ പറയുന്ന പൈസക്ക് അവരിതൊന്നും ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം. ഒന്നി നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ പുറത്തെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അതിനും 10 years വാറന്റി കിട്ടുമല്ലോ. അപ്പൊ പുറത്തെ ഒരാളെ കൊണ്ട് ചെയ്യുമ്പോ അതില്ലല്ലോ. അപ്പൊ അവരെ കൊണ്ട് തന്നെ ഫ്ലോറിംഗ് ചെയ്യിപ്പിച്ചു. ഫ്ലോറിംഗ് മീൻസ് ഇവിടെ അതെ, ഈ ഫ്ലോറിംഗ് ഇപ്പൊ നമ്മൾ ഇവിടെ വീട് തരുമ്പോ ജസ്റ്റ് നമുക്ക് എല്ലാ വിൻഡോ എല്ലാം വെച്ച് തരും. ജസ്റ്റ് അവർ ഫ്ലോർ മാത്രം ചെയ്യില്ല. പിന്നെ വാർഡ്രോബോ അല്ലെങ്കിൽ അതും ചെയ്യത്തില്ല. ബാക്കി എല്ലാം അവർ ചെയ്തു തരും. ഇപ്പൊ ചേട്ടൻ ചേച്ചി നമുക്കൊരു യൂസ്ഫുൾ ടിപ്പ് പറഞ്ഞു തന്നു. നമുക്ക് വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ, ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇനിഷ്യൽ പേയ്മെന്റ് ആണ്. അതായത് നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇപ്പൊ എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അതൊരു വീട് മേടിക്കാൻ പ്ലാൻ ഉള്ള എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ടിപ്പ് തന്നെയാണ്. ശരിക്കും നമ്മൾ വീട് മേടിക്കാൻ എന്താ കാശില്ലാതെ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് കൊടുക്കാനുള്ള എമൗണ്ട് ഇല്ലാതെ ഒരിക്കലും പോയി മോർഗേജ് അഡ്വൈസറെ കാണാനോ അല്ലെങ്കിൽ വീട് നോക്കാൻ പോകാനോ അതിനൊന്നും കാര്യമില്ല അല്ലേ? അതെ. നമുക്കിനി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം നമുക്ക് നടന്ന് വിശേഷം സംസാരിക്കുകയും വീട് ഒന്ന് കാണാമല്ലോ. വലിയ വീടൊന്നും അല്ല, നമ്മുടെ കുഞ്ഞു വീടാണ്. അപ്പൊ നമ്മുടെ വീടുകളെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇവൻ ഇരുന്ന് ഫുള്ള് തള്ളിയതല്ല നിങ്ങൾ കേട്ടല്ലോ. ഫുള്ള് ഇവൻ തന്നെ എനിക്ക് തോന്നുന്നത് അച്ചടിച്ച് ഇറക്കിയ സംഭവമാണെന്ന് തോന്നുന്നു. ക്രിസ്റ്റൽ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്. ഇത് നീ എനിക്ക് ഇത് 100% ഉറപ്പാണ്. ഇത് നീ എല്ലാ ഇതും പോയി നിന്റെ പേരിൽ ഇത് ഇറക്കിയതാണെന്ന് തോന്നുന്നു. ഫുള്ള് ട്രോഫിയൊക്കെ മേടിച്ച് ഫുള്ള് വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുള്ള് ട്രോഫി എല്ലാം മേടിച്ച് ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായി പറയും, നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളെ മാച്ചും നമ്മളെ കളിയൊക്കെ ഇത്രയും കണ്ടതാണ്. അതെന്തായാലും ഓക്കെ ബ്രോ, പ്രൗഡ് ഓഫ് യു. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ സക്സസ് ആക്കിയതിന് ഓക്കെ. എന്തായാലും കളിച്ചിട്ട് വന്നിട്ട് നേരെ വന്നിരുന്നൊക്കെ തള്ളി പോയി കുളിക്കാം. വീഡിയോയിലെ കുളിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പോയി കുളി. അപ്പൊ ഈ സ്റ്റാൻഡ് ഒക്കെ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ ഇവിടെ ഉണ്ടായിരുന്നതാണോ? ഇത് എന്റെ ഹസ്ബൻഡ് സ്വന്തമായിട്ട് ഡ്രിൽ ചെയ്ത് പഠിച്ചതാണ്. നമുക്ക് പുറത്തേക്ക് കണ്ടല്ലോ. ഇത് ബാക്ക് യാർഡ് അല്ല, ഇത് ബാക്ക് യാർഡ് ആണ്. ഇറങ്ങുന്ന പുറത്താണ്. നല്ല കാറ്റാണ്. ഇത് ഇവിടുത്തെ ബാക്ക് യാർഡ് ആണ്. നല്ല സ്പേസ് ഉണ്ടല്ലോ. നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ്. അതെ, ഇത് കവറൊന്ന് സെറ്റ് ചെയ്ത് തന്നെയാണോ? അതെ, ഈ ടർഫൊക്കെ അവർ തന്നെ ഫെൻസ് എല്ലാം അവർ തന്നെ ഇട്ടുതരും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം മിനിമം ഒരു 2 months ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊന്ന് ഉറയ്ക്കാൻ വേണ്ടി. എടാ, ഈ ടൈലൊക്കെ എങ്ങനെയാടാ അവര് ചെയ്തു തന്നെയാണോ? നല്ല നമ്മുടെ നാട്ടിൽ അതേ ഫ്ലോറിംഗ് കണക്കെ ഉണ്ടല്ലേ? കറക്റ്റ്. അതെങ്ങനെ അവര് ചെയ്തു തന്നെയാണോ? ഇത് അവര് ചെയ്തതാണ്, പക്ഷെ ഇത് അവരുടെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ഇത് സെപ്പറേറ്റ് നമ്മളായിട്ട് ചെയ്തതാണ്. അവരുടെ ഫ്ലോറിംഗ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പൊ നമ്മള് പുറത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നതിന് പകരം അവർക്ക് തന്നെ കൊടുത്തത്. അപ്പൊ 10 വർഷത്തെ വാറന്റി കിട്ടും. അപ്പൊ ഫ്ലോറിംഗ് നമ്മളൊന്ന് ഞാൻ ചേട്ടനും കൂടി ഡിസൈഡ് ചെയ്ത് നമുക്ക് ടൈൽസ് ആക്കാം. ഒരു നാട്ടിൽ ആ ഒരു ഫീല് കിട്ടും. അവരെന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു അവരുടെ ഇതില്? ഈ ബിൽഡേഴ്സിന്റെ ഇൻക്ലൂഡ് അല്ല അവരെന്തൊക്കെ? വീട്, വാതില്, ജനല്, ഇത് നമ്മുടെ ഈ ലൈറ്റിന്റെ ഷോ ലൈറ്റ് മാത്രമേ ഓക്കെ.
Okay, okay. ഫാൻസി ഇത് നമ്മൾ മേടിച്ച് വെക്കണം. ഓക്കെ ഓക്കെ ശരി. നമുക്ക് ഇഷ്ടമുള്ളത്. പിന്നെ സ്പോട്ട് ലൈറ്റ് ഒന്നും ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പൊ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വെച്ച്, കാരണം നമുക്ക് വെട്ടം പിടിച്ചോ വേണമല്ലോ. അതെ അതെ അതെ. ഇതെങ്ങനെ ഈ വിൻഡോയുടെ ഇതൊക്കെ എങ്ങനെ അവര് ചെയ്തു തന്നെയാണോ? വിൻഡോയ്ക്ക് വിൻഡോ കർട്ടൻ ഇല്ല, ഈ ബ്ലൈൻഡ്സ് നമ്മൾ ചെയ്തു. അത് അവരുടെ ഇൻക്ലൂഡഡ് അല്ല, അവര് ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പുറത്താളെ വെച്ചു. ഓക്കെ. ഇത് പുതിയ വീടായതുകൊണ്ട് തന്നെ സീലിംഗ് ലൈറ്റ് ഒക്കെ ബിൽഡേഴ്സ് തന്നെ വെക്കുന്നല്ലേ? ഇതില് ഈ ഒരു ബൾബ് മാത്രമാണ് അവര് വെച്ചിരുന്നത്. ഈ സ്പോട്ട് ലൈറ്റ് അവര് വെച്ച്, പക്ഷെ നമ്മള് അഡീഷണൽ നമ്മൾ വേണോന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പറ്റില്ല, പക്ഷെ അല്ലാതെ ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിൽ നമുക്കിപ്പോ 6 സ്പോട്ട് ലൈറ്റ് വേണോ 10 വേണോ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അങ്ങനെ നമ്മളിവിടെ ഒരു 6 സ്പോട്ട് ലൈറ്റ് വെപ്പിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ കാണാം. അതാണ് നമ്മുടെ ലോഞ്ച്. ഓക്കെ. ഇത് ലോഞ്ച്. അപ്പൊ അകത്തോട്ട് പോ. എടാ ഈ ഡോറിന്റെ എങ്ങനെയാടാ ഇത്? മിക്ക വീടുകളിലും ഒക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, ഈ വെള്ള കളർ അങ്ങനെയുള്ള വുഡ് അങ്ങനെയുള്ള ഇത് നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സ്റ്റോറി പറയാം. ഓക്കെ ഓക്കെ പറയും. ആക്ച്വലി ഈ ഡോറ് സാധാ വുഡ് പോലെ ഇതേ പിള്ളേരെ ഫുൾ വുഡിന്റെ ഡോറാണ് പ്ലാൻ ചെയ്തത്. അപ്പം എവിടെ അവരുടെ പറഞ്ഞു എനിക്കിത് ഗ്ലാസ് വേണം, ഞാൻ അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ പറയുന്ന കണക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും അല്ലേ? അല്ലല്ല, അവരിൽ സാമ്പിൾ ഉണ്ട്. അപ്പൊ അതിന് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞ് അവൾക്ക് കിച്ചണിലേക്ക് പോകുമ്പോ ഞാൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടോ എന്ത് ചെയ്യണോ നമുക്ക് കാണണോ. അത് അല്ല, ആ ഒരു പർപ്പസിലാണെങ്കിൽ ഇത് റൂമാണോ? ഇത് റൂമാണോ? ഇത് റൂമല്ല കേട്ടോ, ഇത് ടോയ്ലറ്റ്. ടോയ്ലറ്റ്. അപ്പം എത്ര ടോയ്ലറ്റ് ഉണ്ട് നമുക്ക്? 2 ഉണ്ട്. ഒന്ന് താഴെ ഒന്ന് മേളിൽ. അപ്പൊ ഇത് 2 ഫ്ലോർ ആണല്ലേ? ഓക്കെ ഓക്കെ, അതാ കാര്യം. അപ്പം ഓക്കെ, ഇതൊരു ടോയ്ലറ്റ് ആണല്ലേ? ഓക്കെ. ഒരു ടോയ്ലറ്റ്, പിന്നെ ഇത് കിച്ചൺ. ഓക്കെ. ഇത് അവരെന്തെങ്കിലും ചെയ്ത് ഇതിലുള്ളതായിരുന്നു? ഇൻക്ലൂഡഡ് ആയിരുന്നല്ലേ? ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു? മേടിച്ചല്ലേ? കുറച്ചുകൂടി ക്യാഷ് എക്സ്ട്രാ ആകുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓൾറെഡി പുതിയതാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിലുണ്ട്, അപ്പൊ വേണ്ടാന്ന്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇതൊരു സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം ഉണ്ട് അവിടെ. അതെ, നമുക്ക് ബെഡ്റൂം 2 ആണെങ്കിലും സ്റ്റോർ റൂം 3 ഉണ്ടല്ലേ? അല്ല നമുക്ക് അതെ അതെ, അതാണല്ലോ വേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം ഒതുക്കി എല്ലാം സെറ്റ് ചെയ്താൽ വെക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇനിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബിൽഡേഴ്സിന് നോർമൽ അവരുടെ സ്റ്റാൻഡേർഡ് ഡോർ വരുന്നത് വൈറ്റ് ആണ്. എല്ലാ ഡോറും വൈറ്റ് ആണ് അവരുടെ സ്റ്റാൻഡേർഡ് ഡോർ. അപ്പൊ ഞാൻ ഒന്ന് വിഷ്വലൈസ് ചെയ്തപ്പം പെയിന്റ് വൈറ്റ്, ഡോർ വൈറ്റ്, വിൻഡോസ് വൈറ്റ് എല്ലാം കൂടി ആയപ്പം അതൊരു, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വൈറ്റ് ഡോർ വേണ്ട, എനിക്ക് ഇതുപോലത്തെ അതിന് ക്യാഷ് എക്സ്ട്രാ ആണ്. അപ്പം അതിനാണ് അപ്ഗ്രേഡ്. നീ എവിടെയായിരുന്നു? നീ ഓക്കെ, കൂൾ. അപ്പൊ മേളിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ. അപ്പൊ ഇവിടെ ചെടിയൊക്കെ വെച്ചു. ഇത് നമ്മുടെ ഇതല്ലേ നമ്മുടെ നാട്ടിലെ നമ്മുടെ പനിക്കുറുക? അതെവിടെ നേടി? അത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഓക്കെ ഓക്കെ, അത് കാര്യം. സെറ്റ്. പോവാം മേലോട്ട്. നാട്ടില് ഫീല് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. അതെല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങള് സെപ്പറേറ്റ് മേടിച്ച് ഷൂറാക്കാം. ഓക്കെ. ഈ കാർപ്പറ്റ് ഒക്കെ അവർ ചെയ്താണോ ഈ ഫ്ലോറിൽ? ഇവിടുത്തെ ചെയ്തതാണ്, പക്ഷെ അത് അവരെ ബഡ്ജറ്റിൽ വന്നതല്ല. നമ്മൾ എക്സ്ട്രാ, ഞാൻ പറയില്ല, ഫ്ലോറിംഗ് നമ്മൾ എക്സ്ട്രാ ചെയ്ത് അതുപോലെ കാർപ്പറ്റും എക്സ്ട്രാ നമ്മൾ സെലക്ട് ചെയ്തു. അവരുടെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു, ലോ, മീഡിയം, ഹൈ ക്വാളിറ്റി. പിന്നെ അതിൽ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നമുക്ക് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ഓക്കെ, ശരി. വയസ്സായ ആൾക്കാർക്കൊക്കെ പിടിച്ചു കയറാം. ഇതാണോ മാസ്റ്റർ ബെഡ്റൂം? അതെ, ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ. ഇവിടെ നിങ്ങൾ അഡീഷണലി എന്തൊക്കെയാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്? ഇവിടെ അഡീഷണലി ചെയ്തത് വാർഡ്രോബ് ആണ്. ഞാൻ പറഞ്ഞ ഫ്ലോറിങ്ങും കാർപ്പറ്റും ചെയ്തതുപോലെ ഇതും വാർഡ്രോബ് അഡീഷണലി ചെയ്തതാണ്. പിന്നെ ബാക്കി ബെഡൊക്കെ അല്ലാണ്ട്, അതെ, ബെഡൊക്കെ അല്ലാതെ മേടിച്ചു. ഇത് പിന്നെ ഇതിനുള്ളില് എല്ലാ വീട്ടിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്, പക്ഷെ ഇത് അറ്റാച്ച്ഡ് സ്റ്റോർ റൂം ആണ്. ഇത് ഈ റൗണ്ട് അബൌട്ട് നേരെ M6ലേക്ക് പോകും അല്ലേ? ഓക്കെ ഓക്കെ. അതെ അതെ, എല്ലാ വീട്ടിലും അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ ഈ വീട്ടിൽ അറ്റാച്ച്ഡ് സ്റ്റോർ റൂം. 2 ബെഡ്റൂം ആണെങ്കിലും അതെ. ഒരു ബാത്റൂം അവിടെ പുറത്താണല്ലേ? ഓക്കെ ഓക്കെ, ശരി. സ്റ്റോർ റൂം കുറെ ഉള്ളത് കാര്യമായി, നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതല്ല, ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ്. അതെ അതെ.
next room. I have a surprise for you in the other room. Come on then. This is and this is Mummy. Say hi. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഇത് എന്റെ അമ്മയാണ്. പാലിയാച്ച് പ്രമാണിച്ച് നാട്ടിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തതാണ്. എനിക്ക് അമ്മേനെ ഇഷ്ടപ്പെട്ടല്ലോ ഈ ജോസ് പ്രകാശിന്റെ ഡ്രസ്സാണ്. ഊരിയിട്ടില്ലല്ലേ? മാറി തണുപ്പൊക്കെ മാറി. പക്ഷെ അമ്മ യു കെ എങ്ങനെയുണ്ട്? വിന്റർ ആണ്. യു കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അടിപൊളിയല്ലേ? തണുപ്പ് എങ്ങനെയുണ്ട്? ആദ്യം വന്നപ്പോ തണുപ്പായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? എന്നോട് ഇന്നും കൂടി പറഞ്ഞുള്ളൂ അടുത്ത മാസത്തേക്ക് ടിക്കറ്റ് ഉണ്ടോ നോക്കുന്നത്. അമ്മക്ക് ഇവിടെ വന്നിട്ട് ബിസി ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. മിസ് ചെയ്യുന്ന കാര്യം അച്ഛനെയൊന്നുമല്ല, സമാജത്തിലെ എന്റെ ഫ്രണ്ട്സിനെല്ലാം മിസ് ചെയ്യുന്നത്. കേരള സമാജത്തിലെ എന്റെ ഫ്രണ്ട്സിനെല്ലാം മിസ് ചെയ്യുന്നുണ്ടല്ലേ? SNDP എല്ലാം മിസ് ചെയ്യുന്നത്. നാട്ടില് ഭയങ്കര ബിസി ഉള്ള ഒരാളാണ്. രാവിലെ ഇറങ്ങും, കേരള സമാജത്തിലെ മീറ്റിങ്ങിന് പോകും, അവിടെ നിന്ന് ഉച്ചയ്ക്ക് വരും, ഡ്രസ്സ് മാറും, അടുത്ത SNDP ഭജനയ്ക്ക് പോകും. അങ്ങനെ ബിസി 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 ആയിരുന്ന ആള് ഇവിടെ വന്ന ഇവിടെ വെറുതെ ഇരുന്നിട്ട് പഠിച്ചില്ലല്ലേ? നാട്ടിലെവിടെയാ ട്രോൺഡ്രാം. താമസിക്കുന്നത്? ട്രിവാൻഡ്രം തന്നെയാണോ? താമസിക്കുന്നത് ബാംഗ്ലൂർ, മംഗലാപുരം. സെറ്റിൽഡ് അവിടെയാണ്? ഞങ്ങൾ ജനിച്ചു വളർന്നൊക്കെ അവിടെയാണ്, ബാംഗ്ലൂരിലാണ്. ഞാന് ഇതാണ് മറ്റേ നമ്മുടെ ഇതാണ് സെക്കൻഡ് Second ബെഡ്റൂം. room. ഇത് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് മോന് വേണ്ടിയുള്ള ബെഡ്റൂം ഇങ്ങനെ സെറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? ഓക്കെ cool. അപ്പൊ നമുക്ക് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് പോയി കണ്ടാലാണ്. ശേഷം ഒന്ന് ജസ്റ്റ് ഈ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് പോയി കാണാം. ആ ടോയ്ലറ്റ്, ജസ്റ്റ് ടോയ്ലറ്റ് മെയിൻ ടോയ്ലറ്റ് ഇതാണ്. ഇത് നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ കൂൾ. നീ ഇനിയെങ്കിലും പോയി കുളിക്കണേ. അതാണ് പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് കുളിക്കാം. ഞാൻ കുളിക്കട്ടോ? നിങ്ങൾ വേണ്ട വേണ്ട വേണ്ട, ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നിട്ട് കുളിക്കാം. പുറത്ത് വന്നാ ഓക്കെ ഒരു സ്റ്റോറേജ് ആണ്. ഇവിടെ ഒരു ഷോറൂം ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ സ്റ്റോർ. അപ്പോൾ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങി കാണിക്കാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് അവരുടെ വീടിൻ്റെ ഒരു വ്യൂ, കാര്യങ്ങളൊക്കെ ഇതാണ് അവരുടെ വ്യൂ. അവിടെ അവിടെയൊക്കെ എന്താടാ സംഭവം? അത് ഈ വീടിന്റെ അപ്പുറത്തെ എൻഡിൽ ഒരു 6 years ബാക്ക് അവർ സ്റ്റാർട്ട് ആക്കിയതാണ് പ്രോജക്ട്. ഓക്കെ ഓക്കെ. ഓ, നിങ്ങളുടെ ഈ കറക്റ്റ് എൻഡിങ്ങിലാണല്ലേ വീട്? അടുത്ത എൻഡ് ഈ എൻഡ് വരെ നിൽക്കുകയാണ് അവരുടെ ലാസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ആ സൈഡിൽ കുറച്ച് വീടുകൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. എൻഡ് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം ഉണ്ടല്ലേ? ഇവര് ഈ ബിൽഡേഴ്സിന്റെ പേരെന്താ? സ്റ്റോറി ഹോംസ്. സ്റ്റോറി ഹോംസ് വെച്ചിരിക്കുന്നുണ്ട് അവരുടെ. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റോറി ഹോംസ് അല്ലേ? അത് അവരെ എൻട്രൻസ് ഫ്രണ്ടിലല്ലേ നിങ്ങള്? അതെ അതെ, അവർക്ക് അവിടെ ഒരു ഷോ ഹോം ഓഫീസൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് കാണാം. കയറി. അപ്പൊ ഇവിടെ എല്ലാം ഈ ബിൽഡേഴ്സിന്റെ പുതിയതായിട്ട് വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ബൗണ്ടറി വെച്ചിരിക്കുന്നുണ്ട്. പ്രോജക്ട് ഇതുവരെ ഉള്ളൂ. ഇതിന്റെ ആപ്പ് സൈഡാണ് ഇപ്പുറത്ത്. കഴിഞ്ഞ റൈറ്റ് സൈഡ് കണ്ടില്ലേ വീടെല്ലാം കഴിഞ്ഞു. ഇനി ഇതിന്റെ അടുത്ത സൈഡും കൂടി കഴിയുമ്പോൾ അവർക്ക് ഇനി ഏകദേശം ഒരു ഇവിടെ ഇനി അവരുടെ ന്യൂ ഹോംസ് കൊടുക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പോഴും മാർക്കറ്റിൽ കുറച്ച് വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ വീടൊക്കെ മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ കീ കൊടുക്കാൻ വേണ്ടിട്ട് കംപ്ലീഷൻ ആയിക്കൊണ്ടിരിക്കുന്ന വീടാണ്. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പം ഇവിടെ 5 bedroom ഉണ്ട്, 4 bedroom ഉണ്ട്. ആക്ച്വലി നമ്മളിതിലൊരു ചെറിയ വീടാ മേടിച്ചത്. നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. പക്ഷെ ഇവിടെ വലിയ വലിയ വീടുകളാ. അതെ, അല്ല ഇത് ഈവൻ നമ്മൾ ഈ ഒരു വലിയ വീട് ചെറിയ വീട് തന്നെയല്ല നമ്മൾക്ക്. അതായത് നമ്മുടെ ഫസ്റ്റ് വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരിക്കലും ഡ്രീം ഹോം ആവില്ല. ഇപ്പൊ നീ പറഞ്ഞതുപോലെ തന്നെ വാടകയിൽ നിന്ന് ഒരു മോചനം, അത് നമ്മുടെ സേവിങ്സിലേക്ക് വരുന്നതിന്റെ രീതിയിൽ അതാണ് നമ്മളെ ഒരു. ഈ വീട് എന്ന് വെച്ചാൽ 3 floor ആണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇതെല്ലാം ഒറ്റ ബിൽഡേഴ്സിന്റെ പ്രോപ്പർട്ടി ആണല്ലേ ഈ ഏരിയ എല്ലാം? പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടേതാവും. ഓക്കെ ഓക്കെ, അത് തന്നെ. ഐ മീൻ അതെ, അല്ല ഈ ബിൽഡേഴ്സ് സെയിം ആണല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാം സ്റ്റോറി ഹോംസ്. ഓക്കെ. അല്ല, ഇവർ ഓരോ സ്ഥലത്ത് അടുത്ത് ചോർലി എന്നുള്ള സ്ഥലത്തോട്ടാണ് ഇവരുടെ നെക്സ്റ്റ് പ്രോജക്ട് പോകാൻ പോകുന്നത്. ഇതെല്ലാം പുതിയ വീടുകളാണ്. നമ്മൾ വീടിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതാണ്. അവിടെ എല്ലാം ഉണ്ടല്ലേ? അവിടെ എല്ലാം വന്നുകൊണ്ടിരിക്കുക. വീടുകളൊക്കെ മാർക്കറ്റിൽ ഒരു 6 weeksനുള്ളിൽ വരുമെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ജസ്റ്റ് എൻക്വയറി ചെയ്തപ്പോഴത്തേക്കല്ലേ? ഇവരൊക്കെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണോ നിങ്ങൾ ഇവര്? നോർമൽ മറ്റേ സുബ്ലോ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ അവർ ഇടും. എല്ലാത്തിലും ഇടും. ഓക്കെ ഓക്കെ. എവിടെ നിങ്ങളുടെ കറക്റ്റ് എൻട്രൻസ് വരുന്നത്? എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് എടുത്ത് പോകണം. ഓക്കെ ഓക്കെ, ശരി. അങ്ങോട്ട് പോകണം.
എൻട്രൻസിന്റെ മെയിൻ എൻട്രൻസ് ഇല്ലേ, അവിടെ നിന്നിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണം. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. നമുക്ക് ആ സ്റ്റോറി ഹോംസിന്റെ പാർക്കിംഗിനകത്ത് വണ്ടി ഇടാം. ഓക്കെ, അവിടെ പാർക്കിംഗ് ഉണ്ടല്ലേ? ഇതിനകത്ത് വരുന്ന വിസിറ്റേഴ്സിനും അവർക്ക് വേണ്ടിയൊക്കെ ഉള്ള പാർക്കിംഗ് ആണ്. പാർക്കിംഗ്. ഓക്കെ ഓക്കെ ശരി. ഇതിനകത്ത് നമുക്ക് പാർക്ക് ചെയ്ത് ഓക്കെ. ഇതൊരു വില്ല പ്രോജക്റ്റ് പോലെയാണ്. അതെ അതെ അതെ, അങ്ങനെയും പറയാം. ഒരു വൺ ഓഫ് ദ എന്താ പറയുന്ന ടോപ്പ് 10 ഒരു ബിൽഡേഴ്സ് ആണ് സ്റ്റോറി ഹോംസ്. അതെ, ഇവരുടെ വീടെല്ലാം നല്ല വീടുകളുമാണ്. അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ സ്റ്റോറി ഹോംസ്? അതെ, ഇതാണ് ഒരു സ്റ്റോറി ഹോമിന്റെ ഷോ ഹൗസ്. ഓക്കെ, അത് അവിടെയാണല്ലേ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ? അതിനുള്ളിലാണ് ഓഫീസ്. ഓക്കെ. നമുക്ക് ഏത് ടൈലാണ് അങ്ങനെയൊക്കെയുള്ള കുറെ ഡൗട്ട്സ് ഒക്കെ ആ ഷോ ഹോമിനകത്തുണ്ട്. ഇത് വാർഡ്രോബ് ഇങ്ങനെ ആയിരിക്കും, റൂം ഇങ്ങനെ ആയിരിക്കും, ഇത്ര വലിപ്പമുണ്ടാകും, അതൊക്കെ ആ ഷോ ഹോമിലുണ്ട്. നമ്മൾ അപ്പൊ അത് കണ്ട് നമ്മൾ ഇച്ചിരി ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ്. എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ സ്റ്റോറി ഹോംസിന്റെ അവരുടെ ഒരു എന്താ പറയുക, നിങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഉള്ള? ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അവര്. നമ്മൾ ആക്ച്വലി നമ്മളൊരു പുതിയ ആൾക്കാരെന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല വീട് എങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, എല്ലാ കാര്യങ്ങളും കറക്റ്റാ പറഞ്ഞു തന്നു, എല്ലാം ചെയ്യുന്നു. നല്ല നല്ല കോർപ്പറേറ്റ് ആയിരുന്നു അവര്. 5 എത്ര റേറ്റിംഗ് കൊടുക്കും? 5 out of 5 കൊടുക്കല്ലേ? അപ്പൊ സ്റ്റോറി ഹോംസ് പൊളിയാണല്ലേ അവരുടെ? പൊളി. കാരണം നമ്മള് ചോദിക്കുന്നത് ചിലപ്പോ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അറിയില്ല. അപ്പൊ അവർക്ക് അതൊരു ബ്ലണ്ടർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ എന്നാലും അവർ കറക്റ്റ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്തു. നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കപ്പ് ആകുമ്പോഴത്തേക്ക് അവർ പറഞ്ഞുതരും, ഇനി ഇങ്ങനെയാണ്, ഇനി ഇങ്ങനെയാണ്. നമ്മൾ ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ ഈ വീട് ബുക്ക് ചെയ്തിട്ട് ഒരു 5 മാസം എടുത്തെന്ന് തോന്നുന്നു അല്ലെ, കീ കിട്ടാൻ 5 മാസത്തോളം എടുത്ത് കീ കിട്ടാൻ. കാരണം കൺസ്ട്രക്ഷനിലായിരുന്നു. ഏറ്റവും വലിയ അവരുടെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് 5-6 മാസമാണ് കീ ഡേറ്റ് പറഞ്ഞത്. അവർ പറഞ്ഞത് 2 months ഇയർലി നമുക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഹാപ്പി നമ്മളങ്ങനെ കാറിൽ പോയപ്പോ മറ്റേ നമ്മളെ വീടിന്റെ ഇത് കഴിഞ്ഞിട്ട് കാറിൽ തിരിച്ചു വന്നപ്പോൾ കൗൺസിൽ ഡിസ്കൗണ്ടിന്റെ ഒരു കാര്യം പറഞ്ഞില്ല? ഓ, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വിട്ടുപോയത് സംഭവം. അതെ അതെ, നമ്മൾ വിട്ടുപോയി. ഒരു മിനിറ്റ്, നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നലെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ പറഞ്ഞ വഴിക്ക് അവർ വിട്ടുപോയൊരു കാര്യം ഞാൻ ആഡ് ചെയ്യണം കേട്ടോ. അതൊന്ന് പറഞ്ഞോളൂ. അത് ആക്ച്വലി നമുക്കും അറിയില്ലായിരുന്നു ആ സംഭവം. ഇവിടെ ഫസ്റ്റ് ടൈം ബയർ, അതായത് UK-ല് 2 years കംപ്ലീറ്റ് ആയ ഫസ്റ്റ് ടൈം ബയറിന് അഫോർഡബിൾ ഹോം എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ട്. അതായത് ഈ വീടിന്റെ നമ്മളെ പുതിയ വീടിന് മാത്രം. അതായത് പുതിയതായിട്ട് എടുക്കുന്ന വീട്, ന്യൂലി ബിൽഡ് ഹോം. അത് പഴയ വീടുണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് കിട്ടിയത് നമ്മളെ പുതിയ വീടായതുകൊണ്ട് അത് അറിയാവൂ. ഇതിനകത്ത് ഈ വീടിന്റെ വിലയുടെ ഒരു 30% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കൗൺസിലിൽ നിന്ന്. അതായത് ഇപ്പൊ എനിക്ക് ഈ വീടിന്റെ ഈ ബിൽഡേഴ്സ് വെക്കുന്ന വിലയൊന്നും 30% കുറച്ചാണ് ഞാൻ പേ ചെയ്തത്. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഈ വീട് വിൽക്കുമ്പോഴും നമുക്ക് ആ 30% കഴിഞ്ഞുള്ളതേ കിട്ടുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പൊ വീട് വാങ്ങുമ്പോൾ നമുക്ക് കൗൺസിലിൽ ഡിസ്കൗണ്ട് കിട്ടും. അത് കൗൺസിലിൽ നമ്മൾ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഫില്ലപ്പ് ചെയ്ത് നമ്മൾ ഇടുക. അപ്പോൾ അത് ഒത്തിരി പേര് ആപ്ലിക്കേഷൻ ഇടും. അതിനകത്ത് നമ്മൾ എലിജിബിൾ ആവണമെങ്കിൽ നമുക്ക് കൗൺസിലിൽ നിന്ന് മെയിൽ വരും. ക്രൈറ്റീരിയ 2 years കംപ്ലീറ്റ് ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് ടൈം ബയർ ആയിരിക്കണം. പിന്നെ നമ്മളെ ഇനിഷ്യൽ പേയ്മെന്റിനുള്ള ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിഷ്യൽ പേയ്മെന്റിന്റെ ഫണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. അതെല്ലാവരും ഇതണക്കുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ടൈം ബയർ ആണെങ്കിൽ ഒന്ന് കൗൺസിലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.